ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? നൗൺ ആൻഡ് ടൈപ്സ് ഓഫ് നൗൺ അല്ലേ? നൗൺ ആൻഡ് ടൈപ്സ് ഓഫ് നൗൺ ആണ് പഠിച്ചത്. പഠിച്ചാൽ മാത്രം മതിയോ? നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ? ഇപ്പോൾ പ്രാക്ടീസ് സെറ്റാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ let us start the class. Noun and types of noun practice set part 1. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജോ എന്ന് പറയുന്ന ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. സോ let us start the class. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Find out which type of noun the underlined word is. അതായത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ഏത് ടൈപ്പ് നൗൺ ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ ആംഗ്രി മോബ് pelted stones at the police. The angry mob pelted stones at the police എന്ന് വെച്ചാൽ എന്താ? രോഷാകുലരായ ജനക്കൂട്ടം. മോബ് എന്ന് വെച്ചാൽ മോബ് മീൻസ് ജനക്കൂട്ടം. മോബ് എന്ന് വെച്ചാൽ എന്താണ്? ജനക്കൂട്ടം. രോഷാകുലരായ ജനക്കൂട്ടം പോലീസിന് നേരെ കല്ലെറിഞ്ഞു എന്നതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. ഓക്കെ, ഇതിൽ മോബ് എന്ന് പറയുന്ന വേർഡാണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. മോബ് ഏത് ടൈപ്പ് നൗൺ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അബ്സ്ട്രാക്റ്റ് ആണോ, കളക്റ്റീവ് ആണോ, കോമൺ ആണോ? ഏത് നൗണാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചതാണ് ടൈപ്സ് ഓഫ് നൗൺ. ഇതിൽ മോബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം ആൾക്കാരാണ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ അത് എന്ത് നൗൺ ആയിരിക്കും? സ്വാഭാവികമായിട്ട് അത് എന്ത് നൗൺ ആയിരിക്കും? ചിന്തിച്ചിട്ട് പറഞ്ഞേ, എന്ത് നൗൺ ആയിരിക്കും? കളക്റ്റീവ് നൗൺ ആയിരിക്കും. വെരി ഗുഡ്, കളക്റ്റീവ് നൗൺ ആയിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ ബി. സെക്കൻഡ്, ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. സത്യസന്ധത വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഓണസ്റ്റി എന്ന് പറയുന്നതാണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ഓണസ്റ്റി എന്ന് പറയുന്നത് എന്താണ്? എന്ത് ടൈപ്പ് നൗൺ ആണ്? അബ്സ്ട്രാക്റ്റ് ആണോ, കളക്റ്റീവ് ആണോ, കോമൺ ആണോ? ഏത് നൗൺ ആണ്? അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. നമുക്ക് കാണാനൊന്നും കഴിയത്തില്ല, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യും അല്ലേ? ഓണസ്റ്റി എന്ന് പറയുന്നത് സത്യസന്ധത. സോ കാണാനും സ്പർശിക്കാനൊന്നും കഴിയത്തില്ല. സോ ഓണസ്റ്റി എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അനു ഈസ് മൈ സിസ്റ്റർ. അനു ഈസ് മൈ സിസ്റ്റർ. സോ അനു ഈസ് മൈ സിസ്റ്റർ. ഇവിടെ അനു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, സിസ്റ്റർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? അനു പ്രോപ്പർ നൗൺ, സിസ്റ്റർ കളക്റ്റീവ് നൗൺ ആണോ? സിസ്റ്റർ കളക്റ്റീവ് നൗൺ വരുമോ? അപ്പോൾ ഇതല്ല, തെറ്റാണ്. അടുത്ത് അനു പ്രോപ്പർ നൗൺ, സിസ്റ്റർ കോമൺ നൗൺ. കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റ് അല്ലേ? അനു എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്, കാരണം ഒരു പേരായ ശബ്ദമല്ലേ. സോ അതുകൊണ്ട് അനു എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്, അത് കറക്റ്റാണ്. സിസ്റ്റർ മീൻസ് സഹോദരി. സഹോദരി എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള നൗൺ ആണ്. സോ അതുകൊണ്ട് സിസ്റ്റർ കോമൺ നൗൺ. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ദിവസം നോക്കിക്കേ. ദ ബുക്ക് വാസ് ലൈയിങ് ഓൺ ദ ടേബിൾ. ദ ബുക്ക് വാസ് ലൈയിങ് ഓൺ ദ ടേബിൾ. പുസ്തകം മേശപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ അണ്ടർലൈൻ ചെയ്തേക്കുന്ന വേർഡ് ഏതാണ്? ബുക്ക് അല്ലേ? സോ ബുക്ക് എന്ന് പറയുന്നത് എന്ത് നൗണാണ്? കോമൺ നൗൺ ആണോ, പ്രോപ്പർ നൗൺ ആണോ, കളക്റ്റീവ് നൗൺ ആണോ? ഏത് നൗണാണ് ബുക്ക് എന്ന് പറയുന്നത്? ബുക്ക് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അത് എന്ത് നൗണാണ്? കോമൺ നൗൺ ആണ് അല്ലേ? കോമൺ നൗൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലവ് ബിഗറ്റ്സ് ലവ്. ലവ് ബിഗറ്റ്സ് ലവ്. സ്നേഹം സ്നേഹത്തിന് കാരണമാകുന്നു, അല്ലെങ്കിൽ സ്നേഹം തന്നെയാണ് സ്നേഹത്തെ സൃഷ്ടിക്കുന്നത്. ബിഗറ്റ്സ്, ഇവിടെ ബിഗറ്റ്സ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താ? ബിഗറ്റ്സ് മീൻസ് സൃഷ്ടിക്കുക. മറ്റൊരു മീനിങ് ആണ് കാരണമാവുക. ഓക്കെ, കാരണമാകുക.
കായല്ലേ വരുന്നത്, കാരണമാകുക. ഓക്കെ, സോ ലവ് ബിഗറ്റ്സ് ലവ്. ലവ് ബിഗറ്റ്സ് ലവ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ സ്നേഹം തന്നെയാണ് സ്നേഹത്തെ സൃഷ്ടിക്കുന്നത്. സോ ഹിയർ ലവ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് നൗൺ ആണ്? കോമൺ നൗൺ ആണോ? അല്ല, കോമൺ നൗൺ അല്ല. കളക്റ്റീവ് അല്ല. അബ്സ്ട്രാക്ട്, യെസ്, അബ്സ്ട്രാക്ട് നൗൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്മോക്കിംഗ് ഈസ് എ ബാഡ് ഹാബിറ്റ്. പുകവലി വളരെ മോശമായിട്ടുള്ളൊരു ഹാബിറ്റ് ആണ് അല്ലേ? സോ സ്മോക്കിംഗ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് നൗൺ ആണ്? പ്രോപ്പർ ആണോ? അല്ല. അബ്സ്ട്രാക്റ്റ്, യെസ്, അബ്സ്ട്രാക്റ്റ് നൗൺ ആണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓൾ ദ ഗേൾസ് വെയർ സിംഗിങ്. എല്ലാ പെൺകുട്ടികളും പാടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, എല്ലാ പെൺകുട്ടികളും പാടിക്കൊണ്ടിരുന്നു. സോ ഓൾ ദ ഗേൾസ് വെയർ സിംഗിങ്. ഇവിടെ ഗേൾസ് ആണ് അണ്ടർലൈൻ ചെയ്തേക്കുന്ന വേർഡ്. ഗേൾസ് മീൻസ് പെൺകുട്ടികൾ. പെൺകുട്ടികൾ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് നൗൺ ആണ്? എന്ത് ടൈപ്പ് നൗൺ ആണ്? കോമൺ നൗൺ ആണ് അല്ലേ? സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ദ നെക്ലസ് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. നെക്ലസ് സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത്, ഇവിടെ ഗോൾഡ് ആണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ഗോൾഡ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് നൗൺ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അബ്സ്ട്രാക്ട് നൗൺ ആണോ? അല്ല. മെറ്റീരിയൽ നൗൺ, യെസ്, മെറ്റീരിയൽ നൗൺ. നമുക്കറിയാം ഒരു വസ്തു ഏത് വസ്തുവിൽ നിന്നാണ് ഒരു വസ്തു നിർമ്മിക്കുന്നത്, ആ വസ്തുവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ നെക്ലസ് എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? നെക്ലസ് എന്ന് പറയുന്നത് ഈ ഗോൾഡ് കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട്. ഏതിൽ നിന്നാണ് നിർമ്മിച്ചത് നെക്ലസ്? ഗോൾഡിൽ നിന്നാണ്. സോ അതുകൊണ്ട് ഗോൾഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, സോ ഹിയർ ഗോൾഡ് ഈസ് മെറ്റീരിയൽ നൗൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൺ ഷുഡ് ഓൾവേസ് സ്പീക്ക് ട്രൂത്ത്. ഒരാൾ എപ്പോഴും എന്ത് പറയണം? സത്യം പറയണം അല്ലേ? സോ ഇവിടെ ട്രൂത്ത് എന്ന് പറയുന്നതാണ് അണ്ടർലൈൻ ചെയ്തേക്കുന്ന വേർഡ്. ട്രൂത്ത് എന്ന് പറയുന്നത് എന്ത് നൗണാണ്? എന്ത് ടൈപ്പ് നൗണാണ്? ഓഫ് കോഴ്സ് അത് അബ്സ്ട്രാക്ട് നൗണാണ്. നമുക്കത് കാണാനും സ്പർശിക്കാനൊന്നും കഴിയത്തില്ല, ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ്. സോ അബ്സ്ട്രാക്ട് നൗണാണ് എന്ത് ട്രൂത്ത് എന്ന് പറയുന്നത്. അടുത്ത ദിവസം നോക്കിക്കേ. ദ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് വാസ് റണ്ണിങ് ഓൺ ദ ലോൺ. ആട്ടിൻകൂട്ടം പുൽത്തകിടിയിലൂടെ ഓടുന്നു. സോ ഫ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് വെച്ചാൽ ആട്ടിൻകൂട്ടം. ആട്ടിൻകൂട്ടം എന്താണ്? ആട്ടിൻകൂട്ടം. ക്ലിയർ? ആട്ടിൻകൂട്ടം. അപ്പോൾ കൂട്ടത്തെയാണ് അല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. ഫ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? കളക്റ്റീവ് നൗൺ ആണ്. നെക്സ്റ്റ്, ഗംഗ ഈസ് എ സ്പിരിച്വൽ റിവർ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ഒരു ആത്മീയ നദിയാണ്, അല്ലെങ്കിൽ ഒരു പുണ്യ നദിയാണ് ഗംഗ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് റൈറ്റ് ഓപ്ഷനായിട്ട് വരുന്നതെന്നുള്ളതാണ്. ഗംഗ പ്രോപ്പർ നൗൺ, റിവർ കളക്റ്റീവ് നൗൺ. ഗംഗ എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണോ? അതെ, ഗംഗ എന്ന് പറയുന്നത് ഒരു നദിയുടെ പേരാണ്. സോ അതുകൊണ്ട് അത് പ്രോപ്പർ നൗൺ, കറക്റ്റ് ആണ്. റിവർ കളക്റ്റീവ് ആണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഓപ്ഷൻ അല്ല കറക്റ്റായിട്ട് വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ നോക്കിക്കേ. ഗംഗ പ്രോപ്പർ നൗൺ, റിവർ കോമൺ നൗൺ. ഗംഗ പ്രോപ്പർ നൗൺ, അത് കറക്റ്റാണ്. റിവർ എന്ന് പറയുന്നത് കോമൺ നൗൺ ആണോ? യെസ്. റിവർ എന്ന് പറയുന്നത് നദി. നദി എന്ന് പറയുന്നത് പൊതുവായി നമ്മൾ പറയുന്ന വേർഡാണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. തേർഡ് ഓപ്ഷൻ നോക്കിക്കേ. ഗംഗ കോമൺ അല്ല, കോമൺ നൗൺ അല്ല. റിവർ കളക്റ്റീവ് നൗണും അല്ല. സോ ഓപ്ഷൻ സിയും റോങ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ക്ലെൻലിനെസ് അട്രാക്ട്സ് പോസിറ്റിവിറ്റി ആൻഡ് എ ഗുഡ് ഓറ അല്ലേ? ക്ലെൻലിനെസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഗോഡ്ലിനെസ് എന്നാണ് പറയുന്നത് അല്ലേ? ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ക്ലെൻലിനെസ് അട്രാക്ട്സ് പോസിറ്റീവ്. അപ്പോൾ ക്ലെൻലിനെസ്, ശുചിത്വം എന്ന് പറയുന്നത് പോസിറ്റിവിറ്റീനെ അട്രാക്റ്റ് ചെയ്യുകയും നല്ലൊരു ഗുഡ് ഓറ നമുക്ക് തരികയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഇവിടെ ക്ലെൻലിനെസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് നൗൺ ആണെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ക്ലെൻലിനെസ് എന്ന് പറയുന്നത്, ശുചിത്വം എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് നൗൺ ആണ്? ഇറ്റ്സ് ഓഫ് കോഴ്സ് അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. എന്താണ്? അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഗേവ് മൈ ബുക്ക് ടു റിയ ടു റീഡ്. ഞാൻ എൻ്റെ ബുക്ക് റിയയ്ക്ക് വായിക്കാനായിട്ട് കൊടുത്തു. സോ ഇവിടെ അണ്ടർലൈൻ ചെയ്തേക്കുന്ന ഒന്ന് ബുക്ക്, സെക്കൻഡ് വൺ ഈസ് റിയ. സോ ബുക്ക് ആൻഡ് റിയ. അപ്പോൾ റിയ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് നൗൺ ആണ്? റിയ ഈസ് കോമൺ നൗൺ, ബുക്ക് കോമൺ നൗൺ ആണോ? അല്ല. സോ ഓപ്ഷൻ എ റോങ് ആണ്. റിയ പ്രോപ്പർ, യെസ്, റിയ പ്രോപ്പർ നൗൺ ആണ്. ബുക്ക് ഈസ് കോമൺ നൗൺ. വെരി റൈറ്റ് ആൻസർ. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ
റിയ പ്രോപ്പർ നൗൺ ആണ്. ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന വേർഡാണ്. സോ സ്പെസിഫൈ ചെയ്ത് ഏത് ബുക്കാന്നൊന്നും പറയുന്നില്ല, ബുക്കിൻ്റെ പേരൊന്നും പറയുന്നില്ല, കോമൺ ആയിട്ട് ബുക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? കോമൺ നൗൺ ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ബോയ് റാൻ ടു ഹിസ് മദർ. കുട്ടി അമ്മയുടെ അടുത്തേക്ക് ഓടി. സോ ഇവിടെ ബോയ് എന്ന് പറയുന്ന വേർഡ് എന്ത് നൗൺ ആണെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മദർ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് നൗൺ ആണെന്ന് നമുക്ക് നോക്കാം. ബോയ് മീൻസ് ആൺകുട്ടി, മദർ മീൻസ് അമ്മ. ഇവിടെ സ്പെസിഫൈ ചെയ്തവരുടെ പേരോ അങ്ങനെ ഒന്നും പറയുന്നില്ല അല്ലേ. സോ അതുകൊണ്ട് തന്നെ രണ്ടും എന്ത് നൗൺ ആണ്? കോമൺ നൗൺ ആണ്. ബോയും മദറും എന്താണ്? കോമൺ നൗൺ ആണ്. അബ്സ്ട്രാക്ട് നൗൺ ആണോ? അല്ല. ബോയ് അബ്സ്ട്രാക്റ്റ് ആണോ? അല്ല. മദർ ഈസ് കോമൺ, ഇത് കറക്റ്റ് ആണ്. പക്ഷേ ഈ ഒരു പെയർ തെറ്റാണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ സി ഈസ് റോങ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മൈ അങ്കിൾ വർക്ക്സ് ഇൻ ദ RBI. എൻ്റെ അങ്കിൾ RBIയിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന റൈറ്റ് ഓപ്ഷൻസ് ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അങ്കിൾ കോമൺ നൗൺ, RBI പ്രോപ്പർ നൗൺ. അങ്കിൾ എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ് അല്ലേ, കോമൺ നൗൺ ആണ്, കറക്റ്റ് ആണ്. RBI എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി നോക്കിക്കേ. അങ്കിൾ പ്രോപ്പർ, RBI കോമൺ നൗൺ ആണോ? അല്ല. അങ്കിൾ അബ്സ്ട്രാക്ട് നൗൺ ആണോ? അല്ല. RBI അബ്സ്ട്രാക്ട് ആണോ? അല്ല. സോ ഓപ്ഷൻ സി റൈറ്റ്, റോങ് ആൻസർ, റോങ് ഓപ്ഷൻ ആണ്. ഓക്കെ, സോ 15th ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണേ. അടുത്ത് നോക്കിക്കേ. 16th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ മിൽക്കി വേ ഈസ് എ ബിഗ് ഗാലക്സി. ഹിയർ ഗാലക്സി ഈസ് എ, മിൽക്കി വേ എന്ന് പറയുന്നത് വലിയൊരു ഗാലക്സി ആണ്. സോ ഗാലക്സി എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗാലക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താടാ? ഗാലക്സി എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേ? ഗാലക്സി എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ് ആണ്. കളക്ഷൻ ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. ബില്യൺസ് ഓഫ് സ്റ്റാർസിൻ്റെ കൂട്ടമാണ് ഗാലക്സി. സോ അതുകൊണ്ട് തന്നെ ഗാലക്സി എന്ന് പറയുന്നത് എന്ത് നൗൺ ആണ്? ഓഫ് കോഴ്സ് അത് കളക്റ്റീവ് നൗൺ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ക്രൗഡ് ഗാദേർഡ് അറൌണ്ട് ദ ഇഞ്ചേർഡ് മാൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. എ ക്രൗഡ് ഗാദേർഡ് അറൌണ്ട് ദ ഇഞ്ചേർഡ് മാൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ എന്ന് വെച്ചാൽ എന്താ? പരിക്കേറ്റ ആളുടെ ചുറ്റും ജനക്കൂട്ടം തടിച്ചുകൂടി എന്നാണ് സെൻറ്റൻസിൻ്റെ മീനിങ്. ക്രൗഡ് എന്ന് പറയുന്നത് എന്താണ്? ജനക്കൂട്ടം. സോ അത് കളക്റ്റീവ് നൗൺ ആണോ? യെസ്, ഓഫ് കോഴ്സ് അത് കളക്റ്റീവ് നൗൺ ആണ്. മാൻ എന്ന് പറയുന്നത് കോമൺ നൗൺ ആണോ? യെസ്, മാൻ എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ക്രൗഡ് അബ്സ്ട്രാക്റ്റ് ആണോ? അല്ല. മാൻ കളക്റ്റീവ് ആണോ? അല്ല. ക്രൗഡ് മെറ്റീരിയൽ ആണോ? അല്ല. മാൻ കളക്റ്റീവ് ആണോ? അല്ല. സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും റോങ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ബേർഡ് കാച്ചസ് ദ വോം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. പക്ഷി പുഴുവിനെ പിടിക്കുന്നു. അപ്പോൾ ഇവിടെ ബേർഡ് ഉണ്ട്, വേം ഉണ്ട്. ഇത് രണ്ടും എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ബേർഡ് കളക്റ്റീവ് നൗൺ ആണോ? ബേർഡ് കളക്റ്റീവ് ആണോ? അല്ല. ബേർഡ് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗണ് അല്ല. കളക്റ്റീവ് നൗൺ ആണോ? അല്ല. അപ്പോൾ ഇത് തെറ്റ്. വേം എന്ന് പറയുന്നത് കോമൺ നൗൺ ആണോ? യെസ്. വേം എന്ന് പറയുന്നത് പുഴു, അതൊരു കോമൺ നൗൺ ആണ്. ഓക്കെ, ഇത് കറക്റ്റാണ്. പക്ഷെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് റോങ് ആണ്. ബി, ബേർഡ് കോമൺ, വേം കോമൺ. യെസ്, കറക്റ്റാണ് അല്ലേ. ബേർഡ് മീൻസ് പക്ഷിയാണ്, അത് കോമൺ ആയിട്ടുള്ളൊരു നൗൺ ആണ്. വേം എന്ന് പറയുന്നത് പുഴു, അതൊരു കോമൺ ആയിട്ടുള്ളൊരു നൗൺ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ആൻസർ ആണ്. അടുത്ത് ഓപ്ഷൻ സി നോക്കിക്കേ. ഓപ്ഷൻ സി ബേർഡ് അബ്സ്ട്രാക്റ്റ് ആണോ? അല്ല. വേം കോമൺ ആണ്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ റോങ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ബേർഡ് ഈസ് എ കോമൺ നൗൺ ആൻഡ് വേം ഈസ് എ കോമൺ നൗൺ. അടുത്ത ദിവസം നോക്കിക്കേ. ഹീ ഗേവ് മീ ആൻ ആപ്പിൾ. ആപ്പിൾ ഈസ് എ, അവൻ എനിക്കൊരു ആപ്പിൾ തന്നു. അങ്ങനെയാണെങ്കിൽ ആപ്പിൾ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് നൗൺ എന്നാണ് ചോദിച്ചേക്കുന്നത്. അബ്സ്ട്രാക്റ്റ് ആണോ? നമുക്ക് കാണാൻ പറ്റത്തില്ലേ ആപ്പിളിനെ? പറ്റുമല്ലേ. സോ അബ്സ്ട്രാക്റ്റ് നൗൺ അല്ല. പ്രോപ്പർ ആണോ? യെസ്, ഓഫ് കോഴ്സ് അത് പ്രോപ്പർ നൗൺ ആണ്. നെക്സ്റ്റ്, സിൽവർ ആൻഡ് ഗോൾഡ് ആർ പ്രഷ്യസ് മെറ്റൽസ്. സിൽവറും ഗോൾഡും വളരെ വിലപിടിപ്പുള്ള, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. ഹിയർ മെറ്റൽ ഈസ് എ, മെറ്റൽ എന്ന് പറയുന്നത്, മെറ്റൽ മീൻസ് ലോഹം.
ഓക്കെ, ലോഹം എന്ന് പറയുന്നതാണ് മെറ്റലിൻ്റെ മീനിങ്. മെറ്റൽ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് നൗൺ ആണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്റ്റ് ആണോ? നമുക്ക് കാണാൻ പറ്റത്തില്ലേ? പറ്റും. സോ അബ്സ്ട്രാക്ട് നൗൺ അല്ല. കോമൺ ആണോ? യെസ്, ഓഫ് കോഴ്സ് കോമൺ. ലോഹം എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വേർഡാണ്. സോ അതുകൊണ്ട് തന്നെ മെറ്റൽ ഈസ് എ കോമൺ നൗൺ ആണ്. പ്രോപ്പർ ആണോ? അല്ല. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. 20 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. നിങ്ങളിത് എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇതിൻ്റെ PDF നോട്ട്സ് ടീച്ചർ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ടല്ലോ അതിലേക്ക് പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. പ്രാക്ടീസ് സെറ്റ് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. നിങ്ങളത് നോക്കി പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുകയോ ചെയ്യുക കേട്ടോ. സോ താങ്ക് യു. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട് കേട്ടോ. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2ൽ നെക്സ്റ്റ് ഒരു 25 ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. സോ see you till then. Bye. Take care.